എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. മലയാളി നേഴ്സസിന് വേണ്ടിയിട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു 2024 നമ്മുടെ മലയാളി നേഴ്സുമാരൊക്കെ ഒരുപാട് എബ്രോഡൊക്കെ പോകാൻ ട്രൈ ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ എങ്ങോട്ടത്തേക്കാണ് പോകേണ്ടത്, ഏതാണ് ഡെസ്റ്റിനേഷൻ എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം യൂറോപ്പിലേക്ക് പോകണം, അതായത് ജർമ്മനി പോലുള്ള കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണോ, അതോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണോ നല്ലത്, അതായത് US, ഓസ്ട്രേലിയ പോലുള്ളതാണ് മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള നേഴ്സസിന്റെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങോട്ടത്തേക്കാണ് പോകേണ്ടതെന്നുള്ളത് എല്ലാവർക്കും വലിയ കൺഫ്യൂഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് ഓർത്തു. അതായത് ജർമ്മനി ആണോ ഓസ്ട്രേലിയ ആണോ ഒരു ബെറ്റർ ഡെസ്റ്റിനേഷൻ എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പൊ നമ്മൾ ജർമ്മനിയിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ മൈഗ്രേഷനും പിന്നെ അതുപോലെ തന്നെ സാലറി, നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും, വർക്കിംഗ് കണ്ടീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പം ദയവായി ഈ ഒരു വീഡിയോ ഫുള്ള് കാണുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും എങ്ങോട്ടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ആദ്യം ജർമ്മനിയിലേക്ക് വരാം. ഒരു നേഴ്സ് ജർമ്മനിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം സാലറി കിട്ടും, എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും, പിന്നെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ്, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ജർമ്മനിയിൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് 2600 യൂറോ മുതൽ 3600 യൂറോ വരെയാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ, അപ്പൊ നിങ്ങൾ നല്ല വലിയ സിറ്റികളിലാണോ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ വില്ലേജ് സൈഡിലാണോ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ MSc BSc കഴിഞ്ഞൊരു നേഴ്സാണോ, അതോ നിങ്ങൾക്ക് ഡിപ്ലോമയാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ എത്രത്തോളം വലിയ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, അതോ നിങ്ങൾ ക്ലിനിക്കിലാണോ വർക്ക് ചെയ്യുന്നത്, ഓൾഡ് ഏജ് ഹോമിലാണോ വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ പ്രധാനമായി നിങ്ങൾ ഇപ്പോൾ ഓവർ ടൈം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ, ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. അപ്പൊ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ നോക്കുമ്പോൾ ജർമ്മനിയിൽ ഈ ഒരു 2024 നേഴ്സിന് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 3000 യൂറോയാണ്. ഞാനീ പറഞ്ഞ ഈ ഒരു 3000 യൂറോ മന്ത്ലി സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഗ്രോസ് സാലറിയാണ്. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ടാക്സ് റിഡക്ഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പൊ ജർമ്മനിയിൽ ഒരു ആവറേജ് ടാക്സ് റിഡക്ഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40% ആണ്. അപ്പം ഈ 40% ടാക്സ് റിഡക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ബാക്കി പൈസ നിങ്ങളുടെ ബാങ്കിലേക്ക് വരിക. അപ്പം നിങ്ങൾക്കറിയാം ജർമ്മനി എന്ന് പറയുന്ന ഒരു ഹയസ്റ്റ് പേയിങ് ടാക്സ് ഉള്ളൊരു കൺട്രിയാണ്. അപ്പം നിങ്ങളിപ്പം വേറെ ഏതെങ്കിലും, അതായത് വേറെ പ്രൊഫഷനൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ 45% വരെ ടാക്സ് റിഡക്ഷൻ ഉള്ള പ്രൊഫഷൻസ് ഉണ്ട്. അപ്പം ഞാൻ നേഴ്സുമാരുടെ കാര്യത്തിൽ 38 to 40% ആണ് യൂഷ്വലി ടാക്സ് റിഡക്ഷൻ വരാറ്. അപ്പൊ ഈ ടാക്സ് റിഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് പറയുന്നത് ഏകദേശം 2000 മുതൽ 2500 യൂറോ ആയിരിക്കും. അപ്പം നിങ്ങളുടെ നെറ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ടാക്സ് റിഡക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ജർമ്മനി ടാക്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പിടിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ നല്ല പെൻഷൻ പാക്കേജ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ ടാക്സ് റിഡക്ഷന്റെ പേരിൽ നമ്മുടെ സാലറിന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് മന്ത്ലി കിട്ടുന്നത് ഒരു ആവറേജ് 2200 യൂറോയാണ്. അപ്പൊ ഞാനൊരു ആവറേജ് ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു 2200 യൂറോ നിങ്ങളുടെ കയ്യിൽ ഒരു മാസം അവസാനം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് ഈ ഒരു സാലറിയിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ റെന്റ് ആണ്. അപ്പൊ ജർമ്മനിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് താമസിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു റെന്റ് കൊടുക്കുന്ന ഒരു എക്സ്പെൻസ്, അതായത് റെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 500 യൂറോ മുതൽ 700 യൂറോ വരെ ആയിരിക്കും. അതല്ല നിങ്ങൾ ഫാമിലിയോടാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന റെന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏകദേശം 1300 മുതൽ 1500 യൂറോ വരെ ആയിരിക്കും. അതായത് നിങ്ങൾ റെന്റായിട്ട് പേ ചെയ്യേണ്ടത്. ഞാനൊരു ആവറേജ് ആണ് പറയുന്നത്. അപ്പൊ ചിലവര് കുറച്ചുകൂടെ വലിയ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ 1700 യൂറോയ്ക്ക് മുകളിൽ പോകാറുണ്ട്. അപ്പൊ നമ്മുടെ ഈ റെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ, അതായത് ഒരു നേഴ്സ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ വരുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 600 യൂറോ മുതൽ 1000 യൂറോ വരെ ആയിരിക്കും. അപ്പം ഈ കിട്ടുന്ന ബാലൻസിനകത്തു നിന്നാണ് നമ്മൾ ബാക്കി ഗ്രോസറിയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പം ഒരു സിംഗിൾ ആയിട്ടാണ് നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ്, അതായത് ഗ്രോസറി മേടിക്കാൻ, അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾ ചെലവാക്കേണ്ടി വരുന്നത് ഒരു 300 യൂറോ ആയിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ ഫാമിലി ആണെങ്കിൽ അതിന്റെ ഡബിൾ ആകും, ഏതാണ്ട് 600 യൂറോയോളം ചെലവാക്കും. പിന്നെ ഈ ചെലവാക്കുന്നതെല്ലാം നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ രീതി അനുസരിച്ചിരിക്കും. കുറെ പേര് കുറച്ച് കൂടുതൽ ചെലവാക്കും, കുറെ പേര് കുറച്ചായിരിക്കും ചെലവാക്കുക. ഞാനീ പറഞ്ഞ ഒരു ആവറേജ് ആണ്.
അപ്പം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്ര ആയിരിക്കും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ഒരു 600 യൂറോളം ആയിരിക്കും. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഒരു 300 യൂറോളെ വരത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എമൗണ്ടിനെ ഇന്ത്യൻ റുപ്പീസിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ സിംഗിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന നേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് 55,000 മുതൽ 60,000 വരെ ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് 30,000 ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും. പക്ഷേ എങ്കിൽ ഇതൊരു ചെറിയ എമൗണ്ട് ആയിട്ട് കരുതണ്ട. കാരണം നിങ്ങൾക്ക് ഇനി വേറൊരു എക്സ്പെൻസ് ജർമ്മനിയിലില്ല. ഇപ്പോൾ കാരണം കുട്ടികൾക്കെല്ലാം ഇവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. നിങ്ങൾ 1 രൂപ പോലും കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇവിടെ ഹെൽത്ത് കെയർ എല്ലാം ഫ്രീ ആണ്. അപ്പം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലൊന്നും 1 രൂപ പോലും ചിലവാക്കേണ്ട, എല്ലാം ഫ്രീ ആണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുട്ടികൾക്ക് ജർമ്മൻ ഗവൺമെന്റ് എല്ലാ മന്ത്ലിയും ഒരു സ്റ്റൈഫൻഡ് പോലെ ഏകദേശം 300 യൂറോ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും അത്രയും കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസോ ഒന്നും നമുക്കൊരു ബർഡനേ അല്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് ജർമ്മനിയിൽ ഒരു നേഴ്സായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും. ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഓസ്ട്രേലിയയിലേക്ക് വരാം. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിങ്ങളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരുപാട് എലമെന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജർമ്മനിയിലെ കണക്ക് തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഒരുവിധം അതായത് 7 ഇയേഴ്സ് എബോവ് ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറി കിട്ടും, ഹൈ സാലറി കിട്ടും. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ, നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ റൂറൽ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ സാലറി നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വലിയ ഹോസ്പിറ്റലാണോ ചെറിയ ക്ലിനിക്കാണോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ എന്ന് പറയുന്നത് നിങ്ങളുടെ ഷിഫ്റ്റ്, നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ, പിന്നെ നിങ്ങൾ ഹോളിഡേയ്സിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മണിയൊക്കെ കിട്ടും. അപ്പോൾ ഇതിനെല്ലാം റിലേറ്റ് ചെയ്തിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി. അപ്പം നോക്കുവാണെങ്കിൽ 2024 ഓസ്ട്രേലിയയിൽ ഒരു നേഴ്സിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് $6,500 ഓസ്ട്രേലിയൻ ഡോളറാണ്. അപ്പോൾ ഈ ഒരു സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ടാക്സ് എല്ലാം ഡിഡക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയാണ് ഈ ഒരു $6,500 ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ ആവറേജ് സാലറി എന്ന് പറയുന്നത് $6,500 ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 3,50,000 ഇന്ത്യൻ റുപ്പീസ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ജർമ്മനിയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയിലെ ആവറേജ് നേഴ്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 2,70,000 ആയിരിക്കും. അപ്പം എന്തായാലും ഓസ്ട്രേലിയയിലാണ് കുറച്ച് കൂടുതൽ, ഏകദേശം 25% കൂടുതൽ സാലറി കിട്ടുന്നത് ഓസ്ട്രേലിയയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് എക്സ്പെൻസ് എന്തൊക്കെയാ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓസ്ട്രേലിയയിൽ കമ്പാരിറ്റീവ് ജർമ്മനിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റെന്റ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ജർമ്മനിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റെന്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം 700 യൂറോ മുതൽ 1,500 യൂറോ വരെയാണ്. പക്ഷേ എങ്കിൽ ഓസ്ട്രേലിയയിൽ ഇപ്പം നിങ്ങൾ മെൽബൺ, സിഡ്നി പോലുള്ള സ്ഥലങ്ങൾ നോക്കുവാണെങ്കിൽ റെന്റ് ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ രണ്ടാമതായി കുട്ടികളുടെ എഡ്യൂക്കേഷൻ. അപ്പം ഓസ്ട്രേലിയയിലും പബ്ലിക്കും പ്രൈവറ്റും സ്കൂളുകളൊക്കെ ഉണ്ട്. അപ്പം പബ്ലിക് സ്കൂളുകളിലാണെങ്കിൽ നമുക്ക് ഫീസ് കൊടുക്കണ്ട. പക്ഷേ എങ്കിൽ വോളണ്ടറി ഫീസ് എന്നും പറഞ്ഞ് നമ്മൾ കുറച്ച് പൈസ ആ ഒരു രീതിയിൽ ഓസ്ട്രേലിയ സ്കൂളുകളിൽ നമുക്ക് പേ ചെയ്യേണ്ടി വരും. പക്ഷേ ആ ഒരു സംഭവം ജർമ്മനിയിൽ ഇല്ല. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ചുകൂടെ കൂടുതലാണ്. ഇനിയിപ്പോൾ നമുക്ക് ജർമ്മനിയിലെയും ഓസ്ട്രേലിയയിലെയും ലീവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാം. പേരന്റ് ലീവിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഏകദേശം സെയിം പീരീഡാണ് പേരന്റ് ലീവായിട്ട് കിട്ടുന്നത്. പക്ഷേ സിക്ക് ലീവിൻ്റെ കാര്യത്തിൽ ഓസ്ട്രേലിയയിൽ പെയ്ഡ് സിക്ക് ലീവ് വളരെ കുറവാണ്. 5 to 6 ഡേ ഒക്കെയാണ് പെയ്ഡ് സിക്ക് ലീവ് വരുന്നത്. പക്ഷേ ജർമ്മനിയിലാണെങ്കിൽ 6 വീക്കോളം നമുക്ക് പെയ്ഡ് സിക്ക് ലീവ് കിട്ടും. അപ്പോൾ അത് ജർമ്മനിയിൽ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം നോക്കാം. 2 കൺട്രിയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും വളരെ നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ആണുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയിലാണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതിന് കാരണം ജർമ്മനിയാണ് കമ്പാരിറ്റീവ്ലി റിച്ച് കൺട്രി. ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പം ഓസ്ട്രേലിയയിൽ ക്യൂൻസ്ലാൻഡിൽ ഒരുപാട് നഴ്സസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പം ഗവൺമെൻറ് അത് നികത്തുന്നതിനായി ഇൻ്റർനാഷണൽ ലെവലുള്ള നഴ്സുമാരെ ഓസ്ട്രേലിയയിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഏകദേശം 35 to 40 lakhs വരെ റീലൊക്കേഷൻ പാക്കേജ് കൊടുത്തിട്ടാണ് നിങ്ങളെ ഓസ്ട്രേലിയയിലേക്ക് അവർ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ കിട്ടുന്ന 35 to 40 lakhs റീലൊക്കേഷൻ പാക്കേജ് എന്ന് പറയുന്നത് സാലറി ഒന്നും കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തരുന്ന പൈസയാണ്. ഈ ക്യൂൻസ്ലാൻഡിൻ്റെ നേഴ്സിംഗ് വേക്കൻസിയെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറി ഒന്ന് സന്ദർശിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അപ്പം നിങ്ങൾ ഒരുപാട് കോസ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്, അതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജ് സ്കില്ലൊക്കെ നല്ലതായിട്ട് ഉണ്ടെങ്കിൽ ജർമ്മനി തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം ജർമ്മനിയിൽ എല്ലാ എഡ്യൂക്കേഷൻ കാര്യങ്ങളും എല്ലാം ഫ്രീ ആണ്. അതല്ല, ഇനി നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒന്നും പ്രശ്നമല്ല, നിങ്ങൾ കോസ്റ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയയാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ഈ 2024 നിങ്ങൾക്ക് എങ്ങോട്ട് പോകണം എന്നുള്ളത്, ജർമ്മനി വേണോ ഓസ്ട്രേലിയ വേണോ എന്നുള്ളത് ഈ ഒരു ഇൻഫർമേഷൻ ബേസ് വെച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ 2 കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതലായി ജർമ്മനി റിലേറ്റഡ് വീഡിയോസ് കാണാനായി മാപ്സ് ആൻഡ് മീൽസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.